സ്ത്രീകൾ പൊതുസമൂഹത്തിൽ എപ്പോഴും കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും ഓടി വരണ്ട. എന്നെ ഒരാൾ ജംഗ്ഷനിലിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനോ ചേട്ടനോ വന്നം തിരിച്ചിടിക്കാനായിട്ട്. പക്ഷേ നിങ്ങളാരെങ്കിലും ജംഗ്ഷൻ വെച്ചൊന്ന് ഉപദ്രവിച്ച് ആ നിൽക്കണതൊക്കെ നിങ്ങളുടെ ആങ്ങളമാരും എല്ലാവരും ഇടപെട്ടു എന്നുള്ളൊരു ഉറപ്പാണ്. തെറ്റും ശരി അവിടെ നോക്കൂല. ഞാനിപ്പോൾ എൻ്റെ വൈഫിനെ കൂട്ടിയിട്ട് റോട്ടിൽ നിന്നിട്ട് ഞാൻ വൈഫിനെ കവളത്തിട്ട് തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഞാൻ ഇടി കൊണ്ടെന്ന് ചോദിച്ചാൽ മതി, പ്രതികരിക്കണം. അതാണ് അതിന്റെ എല്ലാവരും ഉണ്ടാകും കൂടെ. അത് പക്ഷേ ഒരു ആണിനാണ് ഇത് സംഭവിക്കണമെങ്കിൽ ആണിൻ്റെ കൂട്ടുകാരന്മാർ ഫോൺ ചെയ്ത് വരുത്തണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ബാക്കി നമ്മുടെ അല്ല അമ്മമാർ നല്ല പിടിക്കില്ല അവിടെ കിടന്ന് വെച്ചാൽ. പക്ഷേ സ്ത്രീക്ക് സംഭവിച്ചാൽ സമ്മതിക്കില്ല. ഞാനിടിക്കും ആദ്യം ചാടി. അത് പെണ്ണുങ്ങളെ തല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഭൂമിയിലെ ഏറ്റവും പുഴുവാണ് അവൻ. പുഴുവാണ്. കാരണം തിരിച്ച് തല്ലൂലെന്നുള്ള ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ചെയ്യുന്നത്. അതുപോലെ പെണ്ണുങ്ങൾക്കും ഉണ്ടിട്ടാ. നമ്മളെ പിടിച്ച് മാന്തവും പിച്ചും എന്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ നമ്മൾ മാറി എന്ന് പോരുമ്പോൾ ഇവരുടെ വിചാരം നമ്മൾ ജയിക്കൂലെന്നുള്ളതാ. ഒരു തോണ്ടുകൊണ്ടേ താഴെ വീഴും. പക്ഷെ നമ്മൾ ചെയ്യാത്ത എന്താണെന്നറിയാമോ? സ്നേഹം കിടക്കണോണ്ടാണ്. നമ്മളൊന്ന് ഉള്ളി നോവിച്ചാൽ എനിക്കും കൂടി നോവും. അപ്പം അതുകൊണ്ട് ചെയ്യാത്തതാണ്. അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പല നടന്മാരും പറഞ്ഞിട്ടുണ്ട്, ആദ്യ കാലങ്ങളിലൊന്നും നമുക്കൊരു കഥ തിരഞ്ഞെടുക്കാൻ, ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. എടുക്കുന്നു, അഭിനയിക്കുന്നു. പിന്നീട് ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയോ, അതോ എന്നാണ് എത്തിയത്? അല്ല, ഒരിക്കലും എത്തൂല. നമ്മളൊന്നും ഒരിക്കലും എത്തൂല. നമ്മൾ ഈ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ മാത്രം ഇങ്ങനെ സബ്ജക്റ്റ് നോക്കിയിട്ട് ഇത് ചെയ്യണം. നമ്മളെപ്പോഴും സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ചെയ്തു പോണത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കഥ ഒന്ന് കേൾക്കട്ടെ, വായിച്ച് ഒരു പ്രാവശ്യം കൂടി വായിച്ച് ഇങ്ങനെയൊന്നും പറയാം, നീ അവിടെ ഇരുന്നോ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോകും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ ക്യാരക്ടർ ചെയ്യണത് അവരൊക്കെ ആണെങ്കിൽ സബ്ജക്റ്റ് കേട്ട് ഓക്കെ പറയും. അതിൻ്റെ കൂടെ നമ്മൾ ക്യാരക്ടർ മെയിൻ ക്യാരക്ടർ ആരാ ചെയ്യണമെന്ന് നമ്മൾ നോക്കും. അപ്പം നമ്മളെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണത് അതിലത്തെ ക്യാരക്ടർ ആരാ ചെയ്യണമെന്ന് നോക്കും. അതിപ്പോൾ പൃഥ്വിരാജാണെങ്കിൽ ഹാപ്പിയാണ്, പുതിയ ആളാണെങ്കിലും ഹാപ്പിയാണ്. നമ്മൾ വർക്ക് ചെയ്യുക, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വർക്ക് വേണം. കാരണം സെലിബ്രിറ്റി എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വയറ്റിലേക്ക് പോകില്ല, കുടുംബം നോക്കാൻ പറ്റില്ല. ഇതെല്ലാം ആണെങ്കിൽ വർക്ക് വേണം. അപ്പം അതുകൊണ്ട് എല്ലാ സിനിമകളല്ലേ, എല്ലാം തികഞ്ഞവർ ആദ്യം തന്നെ വന്നിട്ട് 100 സിനിമ ഒറ്റയടിക്കങ്ങ് ചെയ്തു പോകുന്നില്ല. തുടക്കക്കാരും തന്നെ എല്ലാ സിനിമയിലും അഭിനയിക്കും. ഈ സ്റ്റേജ് ഷോയ്ക്കൊക്കെ അവതരിപ്പിക്കാൻ പോയിട്ട് ഇപ്പം നാദിർഷായ്ക്ക് ഒരു തവണ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആകെപ്പടെ പ്രശ്നമായി, പറ്റിച്ചു, പിന്നെ ചില ഒരു സ്ഥലത്ത് സ്റ്റേജിന് തീയിട്ടൊരു കഥ, അങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് സഞ്ചരിച്ചിട്ടില്ല ഈ സ്റ്റേജ് ഷോ പരിപാടിയിലായിരുന്നു. അപ്പം ദൂരാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ? ഒത്തിരി ഉണ്ട്. ഇതുപോലെ പൈസ ഇപ്പോൾ വരും ചേട്ടാ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ് ഭാര്യ 2.5 ലക്ഷം രൂപ എനിക്ക് തന്നെ. ഞാൻ ആ 2.5 ലക്ഷം രൂപ ഞാൻ ആർട്ടിസ്റ്റുകളെ പിരിച്ചു വിടണ്ട. എനിക്ക് ഞാൻ അപ്പം തന്നെ ആർട്ടിസ്റ്റുകളെ പിരിച്ചു വിട്ടു. എന്നിട്ടും പൈസ തരാൻ ഹോട്ടലിൽ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാമെന്നുണ്ട്. ഹോട്ടലിൽ ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല, ഡിന്നർ പോലും കഴിച്ചിട്ടില്ല നൈറ്റ്. അങ്ങനെ ഇരിക്കുകയെ. കാരണം ഇവരെല്ലാവരും സെറ്റ് ചെയ്ത് വിട്ടു. ഞാൻ ഈ ചെക്കനും ഭാര്യയും ഒരു കുഞ്ഞുമായിട്ടുണ്ട്, പൊടി കുഞ്ഞു ഇതായിട്ട് വന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ചേട്ടാ വിചാരിച്ച പോലെ ടിക്കറ്റൊന്നും കളക്ഷൻ ആയില്ല, പൈസ ഒന്നും കിട്ടിയില്ല, ഒരു താക്കോല് നിന്ന് എൻ്റെ കാറിൻ്റെ ഇത് ചേട്ടനെടുത്തു എന്ന് പറഞ്ഞു.